ശശികലയുടെ വെല്ലുവിളിയുണ്ട്. മാനസ സരോവരത്തിലേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് ആനുകൂല്യം കിട്ടുന്നു എന്ന് സിപിഎമ്മിന്റെ നേതാവ് പ്രസംഗിക്കുന്നത് ശുദ്ധ സംബന്ധമാണ്. അതുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ RSS വിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് വിട്ട് ചെങ്കൊടി പിടിച്ച് സിപിഎമ്മിൽ ചേരാം. ഒരു കാര്യം നിങ്ങൾ പറയാം, ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ശശികലയ്ക്ക് പ്രഖ്യാപിക്കാം, അവരുടെ പത്രത്തിലൂടെ എന്റെ ഫോണിലേക്ക് പരസ്യമായി ഏതു വിധത്തിലും ശശികല പറയുന്ന കേരളത്തിലെ എവിടെയും ശശികല പറയുന്ന ഏതു ദിവസവും ഏതു സമയത്തും ശശികല പ്രഖ്യാപിക്കുന്ന സദസ്സിന് മുന്നിൽ മാനസ സരോവരത്തിന് സബ്സിഡിയുണ്ടെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ രേഖകളുമായി വരാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന CPIM എന്ന പ്രവർത്തകരുടെ നിലയിൽ ഞാൻ സന്നദ്ധനാണ്. അത് തെളിയിച്ചാൽ ചെങ്കൊടി പിടിക്കേണ്ട. എന്താ കാരണമെന്നറിയോ? എണ്ണിയാലൊടുങ്ങാത്ത സമരഭൂമികളിൽ ചോര കൊണ്ട് മുക്കിയെടുത്ത ഈ ചെങ്കൊടി സഖാക്കളുടെ ആത്മബോധത്തിന്റെ അടയാളമാണ്. വർഗീയ വിഷം കാളകൂടത്തെ പോലെ നാട് മുഴുവൻ ചീറ്റിത്തെളിക്കുന്ന ഈ സ്ത്രീ ആ കൊടി തൊട്ടാൽ അത് അശുദ്ധമാകും. കമ്മ്യൂണിസ്റ്റുകാർ പൊറുക്കില്ല. ബലികുടീരങ്ങളിൽ അന്തിയുറങ്ങുന്ന സമര സഖാക്കൾ ഞങ്ങളെ തെറിവിളിക്കും. അത് ഞങ്ങളില്ല. നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി. പിന്നെ ശശികലയുടെ വർത്താനമുണ്ട്. ഇത് തെളിയിച്ചില്ലെങ്കിൽ പ്രേമനാഥ് BJP ചേരണം. ഞെളിയമ്പറമ്പിന്റെ ഒത്ത നടുക്ക് 10 സെന്റ് സ്ഥലം കിട്ടിയാൽ ആരെങ്കിലും പോരണ്ടാക്കുവോ? ഇവിടെ ഏതൊരു ഗോപാലകൃഷ്ണനോ ഒരു ഉളുപ്പുമാനില്ലാച്ചിട്ട് പോട്ടെ. RSSലേക്ക് ഇപ്പൊ ചേര്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ BJPയിലും ചേരണ്ട, ശശികല CPM ആവണ്ട. ഈ സത്യം തെളിയിച്ചാൽ മതി. അതേക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ.